ഓപ്പണിംഗ് സീനിൽ ആസ്ര സെൽസ് നിന്ന് ക്രിയേറ്റ് ആയി വന്ന ആ വലിയ ചെടി അതങ്ങനെ നല്ല രീതിയിൽ വലുതായി അതിൽ നിന്ന് ഒരു ഫ്ലവർ അങ്ങനെ വിരിഞ്ഞു വരികയാണ്. വിക്ടറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ആ ഫ്ലവർ വിരിഞ്ഞു വരുന്നത് ആകാംക്ഷയോട് കൂടെ അങ്ങനെ നോക്കി നിൽക്കും. ആ ഒരു ട്രീയിൽ കണക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ആ സെല്ലുകളിലുള്ള ബോഡി അതെല്ലാം തന്നെ ഉള്ളത്. അവരുടെ എല്ലാം തന്നെ പവർ അത് അബ്സോർബ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. വിക്ടർ ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റന്റിനോട് പറയും, എൻ്റെ ഇത്രയും നാളത്തെ സ്വപ്നവും കാത്തിരിപ്പും എല്ലാം ഇതിനു വേണ്ടി മാത്രമായിരുന്നു. ആ പൂ പൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രൂട്ട് ക്രിയേറ്റ് ആവും. അത് കഴിച്ചു കഴിഞ്ഞാൽ ആസ്ര സെൽസിന്റെ പവർ അത് മുഴുവനായിട്ടും എനിക്ക് കിട്ടും. ആ അൺലിമിറ്റഡ് പവർ കൊണ്ട് എനിക്ക് ലോകത്ത് തന്നെ എൻ്റെ വിരൽത്തുമ്പിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് നിൽക്കും. അതേസമയം താഴെയാണെങ്കിൽ ഇപ്പൊ സിറ്റുവേഷൻ കൂടുതൽ മോശമാവുകയാണ്. ആ ഒരു ട്രീയുടെ ടെൻഡിക്കിൾസ് അത് ഫ്യൂഡൽ ലാർഡിനെയും സെൻസായെയും അങ്ങനെ വരിഞ്ഞു മുറുകും. ഫ്യൂഡൽ ലാർഡിന്റെ പകുതി പവർ തന്നെ അത് ഞൊട്ടിയിടയിൽ വലിച്ചെടുക്കുകയാണ്. ആണെങ്കിൽ രണ്ടാമവും ചിന്തിക്കാതെ അങ്ങനെ പാഞ്ഞു വന്ന് ആ ടെൻഡിക്കിൾസ് വെട്ടിയെറിയും. പക്ഷെ എന്താ, ഓൾറെഡി പകുതിയോളം ചക്ര പവർ അബ്സോർബ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഒട്ടും വയ്യാതെ ഫ്യൂഡൽ ലാർഡ് താഴേക്ക് വീഴും. അതിനുശേഷം കൊനഹമാരു ആ സെൻസായെ റൗണ്ട് ചെയ്തിരിക്കുന്ന ടെൻഡിക്കിൾസും വെട്ടിയെറിയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും സാറയുടെയും ആണെങ്കിൽ ടെൻഷനായി ആ ലാബിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ലാബിൽ നിന്ന് എപ്പോഴും വലിയ രീതിയിൽ ശബ്ദവും ആ ലാബ് ആകെ തന്നെ കുലുങ്ങി മറിയുന്നതായിട്ടും അവർ കാണും. അവർക്ക് നന്നായിട്ട് അറിയാം ലാബിന്റെ അകത്ത് കൊനഹമാരുവും സെൻസായും അവർ രണ്ടുപേരും ഉണ്ടെന്ന്. എത്രയും വേഗം അകത്തേക്ക് പോയി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ വീണ്ടും മുൻപോട്ടേക്ക് ഓടും. കട്ട് ചെയ്ത ഇവിടെ കൊനഹമാരുവും സെൻസായും അവർ രണ്ടുപേരും നിർത്താതെ ടെൻഡിക്കിൾസ് എല്ലാം വെട്ടിയെറിയാണ്. പക്ഷെ അടുത്ത നിമിഷം വില്ലൻ സോൾജിയർ ആണെങ്കിൽ കൊനഹമാരുവെ കുത്താൻ പാഞ്ഞടുക്കും. അത് കണ്ട സെൻസായി അവനങ്ങനെ കൊനഹമാരുവിന്റെ മുൻപിൽ കയറി നിൽക്കുകയാണ്. ആ കത്തി അവന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങും. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ സെൻസായി താഴേക്ക് വീഴാണ്. കൊനഹമാരുവാണെങ്കിൽ അത് കണ്ട് ഷോക്കായി ആ വില്ലനെ അട്ടിച്ച് താഴെയിടും. അതിനുശേഷം റെസർഗൺ പവർ ഉപയോഗിച്ച് ആ ഒരു വലിയ ട്രീയുടെ ഒരു വലിയ ബ്രാഞ്ച് തന്നെ തകർത്ത് കളയുകയാണ്. സെൻസായി ആണെങ്കിൽ കൊനഹമാരുവിനോട് പറയും, കൊനഹമാരു, നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എങ്ങനെയെങ്കിലും ഫ്യൂഡൽ ലാർഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. പിന്നെ കൊനഹമാരു പറയും, തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. എൻ്റെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്ത നിന്നോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവൻ ഫ്യൂഡൽ ലാർഡിന്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ വിക്ടർ ആണെങ്കിൽ ആ പൂ വിരിയുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഫ്രൂട്ട് അതവന് കിട്ടിക്കഴിഞ്ഞാൽ അവന് ലഭിക്കാൻ പോകുന്നത് ഗോഡ് പവറാണ്. അത് സ്വന്തമാക്കാനാണ് ഇത്രയും കാലവും അവൻ കാത്തിരുന്നത്. വിക്ടർ ആണെങ്കിൽ വീണ്ടും ലിഫ്റ്റിൽ മുകളിലേക്ക് പോവും. ആ ചെടി അതങ്ങനെ വീണ്ടും വീണ്ടും മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പിൽ സെൻസായും കൊനഹമാരും അവർ രണ്ടുപേരും ചേർന്ന് ഫ്യൂഡൽ ലാർഡിനെ സേവ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. ഇവിടെ ആ വിക്ടർ ആണെങ്കിൽ അവന്റെ എംപ്ലോയീസിന് ഒരു മെസ്സേജ് പാസ് ചെയ്യാണ്. ഇത്രയും കാലവും നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്നിരുന്നു. ഈ റിസർച്ചിന്റെ അടുത്ത ലെവലിലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അടുത്ത ലെവലിൽ എനിക്ക് ആവശ്യം നിങ്ങളുടെ എല്ലാവരുടെയും ജീവനാണെന്ന് പറയേണ്ട താമസം ആ ഒരു അണ്ടർഗ്രൗണ്ട് തകർത്ത് ആ ചെടി അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരും. എല്ലാവരും അമ്പരന്ന് ആകാംക്ഷയോട് കൂടെ ആ ചെടിയിലേക്ക് നോക്കുകയാണ്. ആ എംപ്ലോയീസ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ടെൻഡിക്കിൾസ് വന്ന് അവരെ എല്ലാവരും റൗണ്ട് ചെയ്ത് അവരുടെ പവറും മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് കൊനഹമാരും സെൻസായും അവർ രണ്ടുപേരും ഒരു വിധത്തിൽ ആ ലാബിന്റെ പുറം ഭാഗത്തേക്ക് വരികയാണ്. കൊനഹമാരു ആണെങ്കിൽ സെൻസായോട് പറയും, നീ എത്രയും വേഗം ഫ്യൂഡൽ ലാർഡിനെ സേഫായി ലീഫ് വില്ലേജിലേക്ക് എത്തിക്കണം. അതിനുശേഷം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ അറിയിക്കണം. ഉടനെ സെൻസായി ആണെങ്കിൽ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല. കൊനഹമാരു ആണെങ്കിൽ ഇപ്പം അവനോട് ബെഗ് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. വേറെ വഴിയില്ലാതെ അവൻ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഫ്യൂഡൽ ലാർഡുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അവൻ അവസാനമായിട്ട് ഒരേ ഒരു കാര്യം പറയും, കൊനഹമാരു, ഒരു കാരണവശാലും നീ അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല, സേഫ് ആയിരിക്കണം. അതിന് കൊനഹമാരു ഓക്കെ പറഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ്. അവിടെ എംപ്ലോയീസിനെ എല്ലാം തന്നെ ആ വലിയ ട്രീ അങ്ങനെ ചുരുട്ടി ഒരു സ്ക്രോളാക്കി വെച്ചിരിക്കുകയാണ്. കൊനഹമാരു അവനെ കൊണ്ട് പറ്റും പോലെ അതൊക്കെ വെട്ടിയിടും. കാര്യം മനസ്സിലാക്കിയ വിക്ടർ ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനെ കൊനഹമാരു നശിപ്പിക്കാൻ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. അതേസമയം ഇവിടെ കൊനഹമാരുവിന് ഹെൽപ്പിന് ബൊറൂട്ടോയും സാറുടെയും കടന്നു വരികയാണ്. സാറുടെ ആണെങ്കിൽ അവളുടെ ഫയർ പവർ ഉപയോഗിച്ച് ആ ഡയമണ്ട് ട്രീയുടെ ടെൻഡിക്കിൾസ് കത്തിയായിരിക്കും. കൊനഹമാരു ആണെങ്കിൽ അത് കണ്ട് വണ്ടടിച്ച്, ഓ നോ, നിങ്ങളെങ്ങനെ ഇവിടേക്ക് എത്തിയും ചോദിക്കും. അതിന് ബൊറൂട്ടോ പറയും, മിയയുടെ ഹസ്ബൻഡിന്റെ റിങ് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഉടനെ കൊനഹമാരു ആണെങ്കിൽ
ചുറ്റും നോക്കും. കാര്യം കൈവിട്ടു പോവാണെന്ന് മനസ്സിലാക്കിയ കൊനഹമാരു, ഇതൊരു അർജന്റ് സിറ്റുവേഷനാണ്, എനിക്ക് നിങ്ങളുടെ സഹായം അത് ആവശ്യമാണ്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ചെക്കനും പെണ്ണും അവർ ഉഷാറായി ഇപ്പോൾ കൊനഹമാരു സഹായിക്കാൻ തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ ആ തൂങ്ങി കിടക്കുന്ന ഹ്യൂമൻസിനെ കാണിച്ചു കൊടുക്കും. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, ആ തൂങ്ങി കിടക്കുന്ന എല്ലാം തന്നെ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഇത് കേട്ട് ഡബിൾ ഷോക്കായ ബൊറൂട്ടോയും സാറയുടെയും അവരതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആണെങ്കിൽ ആ ഡയമണ്ട് ട്രീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. വർഷങ്ങൾക്ക് മുൻപ് ആ ഫോർത്ത് നിഞ്ച വാറിൽ അഗുയ അവളുടെ പവർ ഉപയോഗിച്ച് ഈ ഡയമണ്ട് ട്രീ ക്രിയേറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പൊ ഈ വിക്ടർ അവനാണ് ഈ ഡയമണ്ട് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നുണ്ടാവുന്ന ആ വലിയ ഫ്രൂട്ട് അത് കഴിച്ചു കഴിഞ്ഞ സർവ്വശക്തിയും പവറും അത് അവൻ്റെതായി മാറും. അവൻ പിന്നീട് ഈ ലോകത്തിന്റെ ഒരു ഗോഡായി മാറും. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല, എത്രയും വേഗം അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയും. അവരിത് പറയുന്ന അതേ സമയം ആ ഡയമണ്ട് ട്രീ ആണെങ്കിൽ അങ്ങനെ വളർന്ന് ഗ്രാമത്തിന്റെ നടുവിലൂടെ മുകളിലേക്ക് ഉയരും. കാഴ്ച കണ്ട് ജനങ്ങളും സെക്യൂരിറ്റീസും എല്ലാം തന്നെ നാനാ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മിയയാണെങ്കിൽ ഒരു സെക്യൂരിറ്റിയോട് കാര്യം തിരക്കും. അവനാണെങ്കിൽ അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോവാണ്. മിയ രണ്ടാമൊന്നും ചിന്തിക്കാതെ ആ റിങ്ങിലേക്ക് നോക്കി ഇപ്പൊ ആ ഒരു ബിൽഡിങ് അത് ലക്ഷ്യമാക്കി ഓടും. മറ്റൊരു ഭാഗത്ത് ഡീപ്പ വില്ലൻ അവനും അതേ ബിൽഡിങ്ങിൽ റെസ്റ്റ് ചെയ്യുകയാണ്. ഡീപ്പ വില്ലൻ ആണെങ്കിൽ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റ് ഇപ്പോ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവും. അതേസമയം ബൊറൂട്ടോയും സാറയുടെയും കൊനഹമാരും അവരെ കൊണ്ട് പറ്റും പോലെ ഓരോ ഹ്യൂമൻസിനായിട്ട് രക്ഷിക്കുമ്പോഴായിരിക്കും സാക്ഷാൽ വിക്ടർ അവൻ തന്നെ അവരുടെ മുൻപിലേക്ക് വരിക. വിക്ടർ അവന്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അട്ടിച്ച് താഴെയിടും. അതിനുശേഷം ദേഷ്യപ്പെട്ടു പറയും, വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നതിന്റെ ഫലമാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. അത് തടയാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഞാൻ ഇല്ലാതാക്കും. ആ ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാറിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചതും അടിച്ചു മാറ്റിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്ത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ സ്വപ്ന സാഫല്യം അതിപ്പോ സംഭവിച്ചിരിക്കുകയാണ്. ഈ ഒരു ഡയമണ്ട് ട്രീയുടെ മുകളിലുണ്ടാവുന്ന ആ ഒരു സീഡ് അത് തീർച്ചയായിട്ടും കഴിച്ച് ഞാൻ ഈ ലോകത്തിന്റെ തന്നെ ഗോഡായി മാറുമെന്ന് പറയും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഞങ്ങൾ അതിന് അനുവദിക്കില്ല. അതിൽ കൺട്രോൾ പോയ വിക്ടർ ആണെങ്കിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി ആ ഒരു ബേസ്മെന്റ് തകർത്ത് സാറയുടെയും ബൊറൂട്ടോയും അവരെ രണ്ടുപേരെയും താഴേക്കിടുകയാണ്. സാറയുടെ ആണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ബൊറൂട്ടോയെയും അവളങ്ങനെ സ്ട്രോങ് ആയിട്ട് അവനോട് കൂടെ ചേർത്ത് പിടിക്കുകയാണ്. ബൊറൂട്ടോയും സാറയുടെയും അവർ രണ്ടുപേരും സ്ട്രിങ്സ് ഉപയോഗിച്ച് സേഫ് ആയിട്ട് താഴെ ഇറങ്ങും. അപ്പൊ അവരെ ഫേസ് ചെയ്ത് അവരുടെ തൊട്ട് മുൻപിലായി സാക്ഷാൽ ഡീപ്പ വില്ലൻ. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ട് പരിഹാസത്തോടു കൂടെ ചിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവരോട് പറയും, നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, ഇതാണ് നമ്മുടെ സമയം, ഈ ഡീപ്പ വില്ലനെ തോൽപ്പിക്കാനുള്ള സമയം അതായിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ സെൻസായെ കാണിക്കും. സെൻസായ ആണെങ്കിൽ എല്ലാടുമായിട്ട് ആ ഒരു ഐലാൻഡിന്റെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അവൻ ഞെട്ടിച്ചുകൊണ്ട് വിക്ടറിന്റെ അസിസ്റ്റന്റ് പെണ്ണ് അവന് നേർക്ക് വരും. ഒരു കാരണവശാലും ഫ്യൂഡലാടുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ സ്ക്വാഡ് എടുത്ത് അവർ നേരെ പാഞ്ഞെടുക്കും. സെൻസായി ആണെങ്കിൽ ഇപ്പൊ ഫ്യൂഡലാടിനെ സേഫായ ഒരു സ്ഥലത്തിരുത്തി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ഓൾറെഡി അവന്റെ ബോഡിയിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. അവനാണെങ്കിൽ അവന്റെ ആയുധങ്ങളൊക്കെ എടുത്ത് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവളാണെങ്കിൽ ഓടി ഓടി വരെ അവളുടെ മോൺസ്റ്റർ ഫേസ് അത് പുറത്തേക്ക് വരും. അവൾ ക്ലോസ് എത്തേണ്ട താമസം ഹുഡിയിട്ട് ആരോ വന്ന് അവളങ്ങനെ തകർത്തില്ലാതാക്കുകയാണ്. ഇൻസൈക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അവൻ അങ്ങനെ ടേൺ ചെയ്ത് ആ ഹുഡി താഴ്ത്തും. ഇത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറുവിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പോ സെൻസായുടെ ബോഡിയിലെ പരുക്ക് അത് ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ബൊറൂട്ടോയും സാറയുടെയും കാണിക്കും. ആ വില്ലനാണെങ്കിൽ അവരെ നോക്കി ചിരിക്കുകയാണ്. ഓ, നിങ്ങൾ വീണ്ടും എന്റെ മുൻപിൽ തന്നെ വന്നു പെട്ടു അല്ലേ? നിങ്ങൾ ഒരുപാട് തവണ ഞാൻ വെറുതെ വിട്ടതാണ്, പക്ഷേ ഇനി നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ എന്നേക്കുമായിട്ട് ഞാൻ ഇല്ലാതാക്കും. ലീഫ് വില്ലേജിനുള്ള ചെറിയൊരു വാണിംഗ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, ആ ഡയമണ്ട് ട്രീയിലെ ഫ്രൂട്ട് അതെന്തിനാണ് നിങ്ങൾ കഴിക്കണേ? അതിനവൻ പറയും, അതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ ഫ്രൂട്ടിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമാണ് അത് കഴിക്കണമെന്ന്. സോ ഞാൻ തീർച്ചയായിട്ടും അത് കഴിക്കുമെന്ന് പറയും. ബൊറൂട്ടോ ഒരു സെക്കൻഡ് വില്ലന്മാര് എക്സ്പെരിമെന്റിന് വേണ്ടി ഇല്ലാതാക്കിയ ഒരുപാട് ഹ്യൂമൻസിനെ കുറിച്ച് ആലോചിക്കും. അതിനുശേഷം ടെററായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.